നമസ്കാരം. ഒരു തലമുറയുടെ നായികാ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടിയായും നർത്തകിയായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് ശോഭന. അഭിനയമാണോ, സൗന്ദര്യമാണോ, അതോ നൃത്തത്തിലെ സാമാന്യ കഴിവാണോ ശോഭനയോട് ഇത്രയേറെ ഇഷ്ടം തോന്നാൻ കാരണമായതെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരു ഉത്തരമായി പറയാനുണ്ടാകില്ല. മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ശോഭന ഇതിനോടകം തന്നെ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. ബാലതാരമായി സിനിമാ രംഗത്തേക്ക് എത്തിയ നടിയാണ് ശോഭന. മംഗളനായകി എന്ന ചിത്രത്തിലൂടെയാണ് ശോഭന അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത്. കമൽഹാസന്റെ എനക്കുലൊരുവൻ എന്ന ചിത്രത്തിലൂടെയാണ് അവർ നായികയായത്. പിന്നീട് നിരവധി ചിത്രങ്ങൾ. ഇന്ന് 55 വയസ്സായ താരത്തിന്. സിംഗിൾ മദറായി ജീവിതം നയിക്കുന്ന ശോഭന അഭിനയത്തിനും നൃത്തത്തിനുമായി ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിനൊപ്പം സ്ക്രീനിൽ എത്തിയപ്പോൾ വിരിഞ്ഞത് മറ്റൊരു ചരിത്രം കൂടിയായിരുന്നു. തുടരും സിനിമയിലൂടെ ബ്ലോക്ക് ബസ്റ്റർ തന്നെ ആരാധകർക്ക് സമ്മാനിക്കാൻ ശോഭനയ്ക്ക് കഴിഞ്ഞു. മുൻനിര താരങ്ങളും സംവിധായകർക്കും ഒപ്പമെല്ലാം ജോലി ചെയ്യാനുള്ള അവസരം ശോഭനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് പൂർണ്ണമായും നൃത്തത്തിൽ മുഴുകിയപ്പോഴായിരുന്നു സിനിമയിൽ നിന്നും ബ്രേക്ക് വന്നത്. സുരേഷ് ഗോപി ചിത്രത്തിലൂടെയായിരുന്നു തിരിച്ചുവരവ്. തുടരും എന്ന ചിത്രത്തിലൂടെ വീണ്ടും മോഹൻലാലിനൊപ്പം എത്തിയപ്പോൾ മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. 1984 ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ 18 എന്ന ചിത്രത്തിലൂടെയാണ് ശോഭന മലയാള രംഗത്തേക്ക് കടന്നുവരുന്നത്. ഭരതന്റെ ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിലാണ് ശോഭന രണ്ടാമതായി അഭിനയിക്കുന്നത്. അതേ വർഷം തന്നെ മമ്മൂട്ടിയുടെ നായികയായി കാണാമറയത്ത് എന്ന ചിത്രത്തിലും ശോഭന അഭിനയിച്ചു. 1994 ഫാസിലിന്റെ മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ മികവുറ്റ അഭിനയത്തിന് ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. രേവതി സംവിധാനം ചെയ്ത മിത്ര മൈ ഫ്രണ്ട് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലെ അഭിനയത്തിന് 2002 ശോഭനയ്ക്ക് രണ്ടാമതും ദേശീയ അവാർഡും ലഭിച്ചിരുന്നു. താര നർത്തക കുടുംബത്തിൽ നിന്നും സിനിമയിലെത്തിയ പെൺകുട്ടി എന്ന ലേബൽ നടി ശോഭനയുടെ കരിയറിന്റെ തുടക്കകാലങ്ങളിൽ ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെടുന്ന അഭിനേത്രികളായ ലളിത, പത്മിനി, രാഗിണിമാരുടെ സഹോദരന്റെ മകളാണ് ശോഭന ചന്ദ്രകുമാർ. അമ്മ വിദേശ രാജ്യത്ത് വളർന്ന വ്യക്തിയെങ്കിലും ശോഭന പൂർണ്ണമായും മലയാളം തമിഴ് രീതികൾ പരിചരിച്ച് വളർന്ന കുട്ടിയായിരുന്നു. ചെന്നൈയിലായിരുന്നു ശോഭനയുടെ കുട്ടിക്കാലം. ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ 18 ശോഭന ആദ്യമായി വെള്ളിത്തിരയിലെത്തിയത്. തുടക്കത്തിൽ മീര എന്ന പേരിലാണ് ശോഭന സിനിമയിൽ വന്നത്. 55 വയസ്സ് പ്രായമുള്ള ശോഭന ഇനിയും അവിവാഹിതയായി തുടരുകയാണ്. എന്തുകൊണ്ടൊരു വിവാഹത്തിന് മുതിരുന്നില്ല എന്ന ചോദ്യം ശോഭന പലപ്പോഴായി അവരുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. ഒരിക്കൽ പോലും വ്യക്തിഗത വിവരങ്ങളെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന കൂട്ടത്തിലല്ല അവർ. തന്റെ 55-ാം വയസ്സിലും യൗവനം കാത്തു സൂക്ഷിക്കുകയാണ് ശോഭന. ഒരു പെൺകുഞ്ഞിന്റെ അമ്മ കൂടിയായ ശോഭന ഇന്നും ബാച്ചിലറാണ്. പെൺകുഞ്ഞിനെ ദത്തെടുത്ത ശോഭന ആ ജീവിതം സുന്ദരമാക്കുമ്പോൾ ഇടയ്ക്ക് ചില സദാചാരവാദികൾ എത്തും. അതിനുള്ള ഉത്തരമായി സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ഒരു കുറിപ്പ് വായിക്കാം. ഈ സിനിമാ നടിമാർക്കൊക്കെ എവിടെ നിന്ന് നല്ലൊരു ആലോചന വരാനാ, അതുകൊണ്ടല്ലേ കെട്ടാതെ നടക്കുന്നേ എന്ന് ശോഭനയെ കുറിച്ച് ആരോ പറഞ്ഞത് ഞെട്ടലോടെ കേട്ടത് ഇന്നും ഓർമ്മയുണ്ട്. മധ്യവയസ്സ് താണ്ടിയിട്ടും കുറുമ്പും കൊണ്ട് നടക്കുന്ന സുന്ദരിയായ ആരോഗ്യമുള്ള ഈ സ്ത്രീ ഒരു വലിയ ഉത്തരമാണ്. ഇമോഷണൽ മാറാപ്പുകളില്ലാത്ത സ്വന്തമായൊരു പാഷൻ ബിൽഡ് ചെയ്ത് അതിനു പുറകെ പോയി വിജയം കണ്ടെത്തുന്ന, പ്രണയവും പ്രസവവും അതിന്റെ ഉത്തരവാദിത്വങ്ങളും ഇല്ലാത്തൊരു സ്ത്രീക്ക് ജീവിതം എത്ര സന്തോഷം കൊണ്ട് എത്തിച്ചു കൊടുക്കുമെന്ന്. പക്ഷെ ഇതൊരു അപൂർവ സാധ്യതയാണ്. ഭാഗ്യം കൂടെ തുണക്കേണ്ട വഴിയാണ്. ഒന്ന് മാത്രം, ഒറ്റയ്ക്ക് ജീവിച്ച് ഒറ്റയ്ക്ക് മരിക്കേണ്ടി വരുന്നത് അത്ര ഇമ്പോസിബിൾ ആയൊരു കാര്യമൊന്നുമല്ല എന്നാണ് നിഷ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ശോഭനയ്ക്ക് ഏറ്റവും ചേരുന്ന ജോഡി എന്ന് തോന്നാറുള്ള നിരവധി നായകന്മാർക്കൊപ്പം അവർ ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു. അക്കാലങ്ങളിൽ വന്ന ചില ഗോസിപ്പുകൾ ശോഭനയുടെ മേൽ തെല്ലുമേറ്റില്ല. വർഷങ്ങൾക്ക് ശേഷം ശോഭനയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ തലപൊക്കിയിരുന്നു. വരന്റെ പേരിൽ കാണുന്നത് അവരുടെ അമ്മായിയുടെ മകന്റെ പേരും, പ്രേമാനന്ദ്. 1987 ഈ വാർത്ത. ലളിത പത്മിനി രാഗിണിമാരിലെ പത്മിനിയുടെ മകനാണ് പ്രേമാനന്ദ്. ഇദ്ദേഹം നടൻ മധു സംവിധാനം ചെയ്ത ഉദയം പടിഞ്ഞാറ് എന്ന സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട്. പ്രേമാനന്ദ് രാമചന്ദ്രൻ എന്ന പേരിൽ ഈ സിനിമയിൽ ക്രെഡിറ്റ് ഉണ്ട്. മധു, ശ്രീവിദ്യ, പ്രേം നസീർ എന്നിവർ വേഷമിട്ട ചിത്രത്തിൽ ശോഭനയും അഭിനയിച്ചിരുന്നു. ചിത്രം റിലീസ് ചെയ്തത് 1986. സിനിമ റിലീസ് ചെയ്ത തൊട്ടടുത്ത വർഷമാണ് വാർത്ത വന്നിട്ടുള്ളത്. അമ്മയോടൊപ്പം അമേരിക്കയിൽ താമസമാക്കിയ പ്രേമാനന്ദ് വാർത്ത വന്ന ശേഷമുള്ള മാർച്ചിൽ ശോഭനയെ വിവാഹം ചെയ്യുമെന്നും ചിത്രഭൂമി റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. വിവാഹശേഷം ശോഭന പൂർണ്ണമായും സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും, ഇന്റർനെറ്റ് യുഗത്തിനും മുൻപ് സിനിമാ വാർത്തകളുടെയും ഗോസിപ്പ് വിളനിലമായിരുന്നു സിനിമാ വാരികകൾ. ഇന്റർനെറ്റ് പോലെ സൗജന്യമായി ലഭിക്കുന്നതായിരുന്നില്ല. ഇവയ്ക്ക് അക്കാലങ്ങളിൽ നല്ല നിലയിൽ വിൽപ്പന നടന്നിരുന്നു. ശോഭനയുടെ വിവാഹ വാർത്ത തലപൊക്കിയതോടുകൂടി പ്രേമാനന്ദ് എവിടെയെന്ന അന്വേഷണത്തിലായിരുന്നു സോഷ്യൽ മീഡിയ. കഴിഞ്ഞ വർഷം പ്രേമാനന്ദിന്റെ കുട്ടിക്കാല ചിത്രങ്ങളിൽ ചിലത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഇരിക്കുന്ന കുട്ടിയുടെ ചിത്രങ്ങളായിരുന്നു അവ. ആരാണ് പ്രേമാനന്ദ എന്ന ചോദ്യവുമുണ്ട്. പത്മിനിയുടെ ഏക മകനാണ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പ്രേമാനന്ദ വിവാഹിതനും നവീൻ എന്ന മകന്റെ പിതാവുമാണ്. ഇദ്ദേഹം വാർണർ ബ്രദേഴ്സിന് വേണ്ടി ജോലി ചെയ്തിരുന്നു. മാധ്യമപ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായിരുന്നു എന്ന വിവരവും പുറത്തു വന്നു കഴിഞ്ഞു. നടി ശോഭനയുടെ വിവാഹ വാർത്തയുമായി ചിത്രഭൂമിയിൽ വന്ന റിപ്പോർട്ട് രാഹുൽ ഹംബിൾ സനൽ എന്ന പേജിലാണ് ഈ പകർപ്പ് പൊങ്ങിയത്. ശോഭന അന്ന് മുതൽ ഇന്ന് വരെ സിനിമയിൽ സജീവമാണ്. മലയാള സിനിമയിൽ നിന്നും ഇടവേള എടുത്ത വേളയിൽ അവർ നർത്തകി എന്ന നിലയിൽ പേരെടുത്തു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ശോഭനയുടെ കൂടെ നിരവധി ചിത്രങ്ങൾ ജോഡിയായി മോഹൻലാലിനൊപ്പം അവർ തുടരുമെന്ന മലയാള ചിത്രത്തിലും അഭിനയിച്ചിരുന്നു.